പാർലമെന്റ് മൺസൂൺ സെഷന്റെ 16ാം ദിവസവും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നും സഭയിൽ എത്തിയില്ല. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം കടുത്തതോടെ ഇന്ന് 12 മണി വരെ ലോക്സഭ നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം വീണ്ടും സഭ ചേർന്നപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ വീണ്ടും 2 മണി വരെ സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. അമിത്ഷാ മറുപടി പറയണമെന്ന് ബാനർ ഉയർത്തി പ്രതിപക്ഷ എംപിമാർ രാവിലെ പാർലമെന്റിന് പുറത്തും വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. രാജ്യസഭയിലും സമാനമായ സാഹചര്യങ്ങളായിരുന്നു. രാജ്യസഭ ശക്തമായ പ്രതിഷേധത്തിനിടയിലും 1.25 മണിക്കൂറോളം ചേർന്ന ശേഷം 2 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ എംപിമാരെ സംസാരിക്കാൻ ചെയർ അനുവദിച്ചില്ലെങ്കിലും CPI-യിൽ നിന്നുള്ള P. സന്തോഷ് കുമാർ മലയാളത്തിൽ വിഷയം അവതരിപ്പിച്ചു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് പോലും സംസാരിക്കാൻ അവസരം കൊടുക്കാതെ എന്ത് പ്രശ്നമാണ് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുക? LOPക്ക് അവകാശമില്ല, ആർക്കും അവകാശമില്ല. പിന്നെ എന്താണ് സാർ ഈ രാജ്യത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്? നമ്മള് ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഈ ഗവൺമെന്റ് എല്ലാ രംഗങ്ങളിലും പരാജയപ്പെട്ടു, ആരെയും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. എങ്ങനെയാണ് ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത്? രാജ്യസഭയിലെ കാഴ്ചകളും അങ്ങനെയായിരുന്നു. നാഷണൽ ഡെസ്കിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ സമാനമായ കാഴ്ചയാണ്. 2 മണിക്ക് ചേരുമ്പോഴും എന്താണ് സഭയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്? അമിത്ഷാ ഇന്ന് സഭയിൽ എത്തിയിട്ടുമില്ല. തീർച്ചയായും അമിത്ഷാ ഇന്ന് സഭയിൽ എത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ ഇതുവരെയും അമിത്ഷായുടെ സാന്നിധ്യം സഭയിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. സജിത്ത്, ഡൽഹി വിദ്യാർത്ഥി ആക്രമണം, പോലീസുമായി ബന്ധപ്പെട്ട സംഘർഷ വിഷയത്തിൽ അമിത്ഷായുടെ മറുപടി വേണം എന്നാവശ്യപ്പെട്ട് തുടർച്ചയായി പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിപ്പിക്കുകയാണ് പ്രതിപക്ഷം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്ന കാഴ്ച അതുതന്നെയാണ്. മിക്ക ബില്ലുകളും ചർച്ചയില്ലാതെ പാസ്സാക്കുന്ന ഒരവസ്ഥ പാർലമെന്റിന്റെ സഭകളിലുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭാ ഉപാധ്യക്ഷനെ ആവശ്യപ്പെട്ടിട്ട് പോലും, എവിടെ അമിത്ഷാ ചോദിച്ചിട്ട് പോലും ഇന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം സുപ്രധാനമായ പല ബില്ലുകളും ഇന്ന് ചർച്ചയ്ക്ക് വരുന്ന ഒരു ദിവസമാണ്. സ്വാഭാവികമായും ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. മണ്ഡല പുനർനിർണ്ണയം അടക്കമുള്ള ബില്ലുകളുടെ കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ഇത് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ചിത്രം ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും അത്തരം ബില്ലുകൾ വരുമ്പോൾ അമിത്ഷാ മറുപടി പറയുകയും സഭയിൽ വരികയും മറ്റും ചെയ്യേണ്ടി വരും. ഇന്നിപ്പോൾ കേരളം ബിൽ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് സഭയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് അമിത്ഷായ്ക്ക് പകരം സഹമന്ത്രി നിത്യാനന്ദ റായ് ആണ് ബിൽ അവതരിപ്പിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ബിൽ എപ്പോഴാണ് ചർച്ചയ്ക്കെടുക്കുക എന്ന കാര്യത്തിൽ കുറച്ചുകൂടി ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും മറ്റും ചെയ്ത പശ്ചാത്തലമുണ്ട്. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ P. സന്തോഷ് കുമാറൊക്കെ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായത്. ബിൽ അവതരണത്തിനിടെ അമിത്ഷാ എവിടെയെന്ന് കേരളത്തിലെ MPമാർ ചോദിക്കുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതേസമയം പാർലമെന്റ് മന്ദിരത്തിൽ അമിത്ഷാ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. പക്ഷേ അദ്ദേഹം സഭയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് സഭയിൽ വഴിയൊരുക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. കേരള ബില്ലിന് പുറമെ ട്രിബ്യൂണൽസ് റിഫോംസ് ബിൽ, ഖനി ധാതു ഭേദഗതി ബിൽ, ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ എന്നിവയും സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ബില്ലുകളാണ്. ഇത്തരം ബില്ലുകളുടെയൊക്കെ അവതരണ സമയത്താണ് ആഭ്യന്തരമന്ത്രിയുടെ ഒരുപക്ഷെ മന്ത്രിസഭയിലെ രണ്ടാമനെന്ന് കരുതാമെന്ന അമിത്ഷായുടെ സാന്നിധ്യം സഭയിലില്ലാത്തത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം സഭയിൽ ഉണ്ടാകുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും കേരളത്തിലടക്കം നിരവധി ബില്ലുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സഭയിൽ പുരോഗമിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കേരള സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ലാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഏതായാലും അമിത്ഷാ സഭയിൽ എത്തുന്നവരെ പ്രതിഷേധം തുടരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. സഭ ഇനി പുനരാരംഭിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം മുന്നോട്ട് പോവുകയും ചെയ്യും. സൈത്ത്, അതാണ് സാഹചര്യം. എന്തായാലും പാർലമെന്റിൽ പ്രതിഷേധം തുടരുകയാണ്. 2 മണിക്ക് വീണ്ടും ചേരുമ്പോഴുള്ള സാഹചര്യം നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.